നമസ്തേ ഡോക്ടറെ. നമസ്തേ. ഡോക്ടർ, ഈ ഓട്ടിസത്തിന്റെ ട്രീറ്റ്മെന്റിൽ നസ്യത്തിന്റെ പ്രാധാന്യം എന്താ ഡോക്ടർ? നമ്മൾ നസ്യം എന്ന് പറയുന്നത് സത്യത്തിൽ ഓട്ടിസത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ, അതായത് ഇപ്പം നമുക്ക് സ്ട്രോക്ക് കേസുകളിൽ ചെയ്യാറുണ്ട്, ചില കേസിൽ നമ്മൾ പാർക്കിൻസൺസ് ഡിസീസിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കേസുകളിൽ നസ്യം എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദ പഞ്ചകർമ്മ എന്ന് പറയും. നമ്മുടെ ആയുർവേദത്തിൽ പഞ്ചകർമ്മത്തിൽ ഒന്നായിട്ട് നമുക്ക് പറയാം. ഇതിൽ തന്നെ നമ്മൾ ഓട്ടിസം കേസുകളിൽ എന്തിനാണ് നസ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, എസ്പെഷ്യലി നമ്മളിവിടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമുക്ക് ബ്രെയിനിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു കവാടമായിട്ടാണ് നമ്മുടെ നേസൽ ഓറിഫൈസിനെ പറയുക. അപ്പം ബ്രെയിനിലേക്ക് നമുക്ക് എന്തെങ്കിലും മരുന്ന് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മൂക്കിൽ കൂടെയാണ് നമ്മുടെ ഒരു മെത്തേഡ് ഉള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ലൈനിൽ നമ്മൾ നോക്കുന്നത് മനോമഹ സ്രോതസ്, അതായത് ആ ഒരു ചാനൽ ഓപ്പണിംഗ് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ പ്രഥമന നസ്യം, അതായത് ചൂർണങ്ങൾ, മരുന്നുകൾ ഉള്ള കോമ്പിനേഷനുള്ള ചൂർണങ്ങൾ നമ്മൾ മൂക്കിലൂടെ കൊടുക്കുന്നു. അതായത് നമുക്ക് ഒരു ട്രാക്ട് ഓപ്പണിങ്ങിനാണ് സത്യത്തിൽ ചൂർണ നസ്യം എന്ന് പറയും, പ്രഥമന നസ്യം എന്നൊക്കെ പറയും. ഇതാണ് ഒരു സെറ്റ് ഓഫ് നസ്യം നമ്മളിവിടെ ചെയ്യുന്നതിൽ. അത് രണ്ടാമത്തെ സെറ്റ് ഓഫ് നസ്യമാണ് നമുക്ക് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഓയിലുകൾ, ഇപ്പം ക്ഷീരബല 101, അണുതൈലം, ഇങ്ങനെ പോലെയുള്ള തൈലങ്ങൾ കൊണ്ട് നമ്മൾ നസ്യം ചെയ്യും. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു റീജനറേറ്റിംഗ് പ്രോസസ്സാണ്. നമുക്ക് ഈ ട്രാക്റ്റുകൾ ഓപ്പൺ ചെയ്ത് അതുപോലെ തന്നെ അതിനെ എനർജൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ നസ്യം, എസ്പെഷ്യലി ഓട്ടിസം കേസിൽ. അത് നമ്മളൊരു മെയിൻ നസ്യത്തിലേക്ക് പോകാറില്ല. പ്രധാനപ്പെട്ട നസ്യം എന്ന് പറയുന്നത് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, അതിന് ശേഷം ചെയ്യേണ്ട പ്രധാന കർമ്മങ്ങളും പൂർവ്വകർമ്മങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു നസ്യത്തിന് സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്രഥമനം ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രതിമർശ നസ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ നസ്യത്തിനാണ്. ഇത് കുട്ടികൾക്ക് അതേ നമുക്ക് ചെയ്യാനായിട്ട് ആചാര്യന്മാർ പറയുന്നുള്ളൂ. ഈ രണ്ട് നസ്യവും നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒന്ന് ക്ലെൻസിങ്ങും ഒന്ന് റീജനറേഷനും. ഇതാണ് ഈ രണ്ട് നസ്യത്തിൻ്റെയും പ്രത്യേകത.